സംസ്ഥാനത്തെ ഏറ്റവും അധികം കുട്ടികൾ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന മലപ്പുറം ജില്ലയിൽ കുട്ടികൾക്ക് +2 പഠനാവസരം നിഷേധിക്കുന്നത് നീതികേടാണെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. തെക്കൻ ജില്ലകളിൽ +2വിന് സീറ്റൊഴിഞ്ഞു കിടക്കുമ്പോൾ മലപ്പുറത്ത് സീറ്റില്ലാതെ കുട്ടികൾ നെട്ടോട്ടമോടുന്ന ദുരവസ്ഥയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക് പരിധിയിലെ സ്കൂളുകളിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിക്കുന്ന നിലമ്പൂർ അർബൻ ബാങ്ക് പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബാങ്ക് ചെയർമാൻ കൂടിയായ ആര്യടൻ ഷൗക്കത്ത്. ഈ അവാർഡ് നിങ്ങൾക്കറിയാം, ഞങ്ങളിവിടെ തരുന്ന ഒരു ചെറിയ മൊമെന്റോ അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന ഒരു ചെറിയ ക്യാഷ് പ്രൈസ് നിങ്ങൾക്ക് എവിടെയും എത്തില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ പ്രയാണത്തിൽ നിങ്ങൾ ഓരോ ചവിട്ടുപടിയും നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊക്കെ ഒരു ചെറിയ ഊർജ സ്രോതസ്സായി ഈ അംഗീകാരങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് വിദേശത്തു നിന്നും അല്ലെങ്കിൽ മറ്റു ദേശങ്ങളിൽ നിന്നും ഒക്കെ അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും നമുക്ക് അതിമധുരമുള്ള അംഗീകാരമെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരമാണ്. അതിനൊരു മധുരമേറെയാണ്. അതുകൊണ്ട് ആ പ്രാധാന്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തവണ SSLC പരീക്ഷയിൽ ജില്ലയിൽ 82,000 കുട്ടികളാണ് പാസ്സായത്. ഇവർക്ക് ഉപരിപഠനത്തിന് +2വിന് 56,000-ഓളം സീറ്റുകൾ മാത്രമാണുള്ളത്. വലിയ ഫീസുള്ള അൺഎയ്ഡഡ് സ്കൂളുകളടക്കം പരിഗണിച്ചാലും 15,000-ഓളം കുട്ടികൾ പ്രൈവറ്റായി +2 പഠിക്കേണ്ട പ്രതിസന്ധിയാണ്. ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും അവർക്ക് പ്രചോദനമായ രക്ഷിതാക്കൾക്കുമുള്ള അംഗീകാരം കൂടിയാണ് ആദരവെന്നും MLA പറഞ്ഞു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. VA കരീം, പാലുളി മെഹബൂബ്, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, MK ബാലകൃഷ്ണൻ, നഗരസഭാ കൗൺസിലർമാരായ ഡെയ്സി ചാക്കോ, സാലി ബിജു, AP റസിയ, ബാങ്ക് ഡയറക്ടർമാരായ K. സീത, N. ബിജേഷ്, EA മുരളീധരൻ, ജോർജ് പാറക്കൽ, ബാങ്ക് ജനറൽ മാനേജർ AR വിമൽകുമാർ, CCO പീറ്റർ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് പരിധിയിലെ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയോജക മണ്ഡലങ്ങളിലായുള്ള 2,000-ഓളം കുട്ടികളെയാണ് പ്രതിഭാ സംഗമത്തിൽ ആദരിച്ചത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.